ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിനായി വൻ ഭക്തജനത്തിരക്ക്. പതിനായിരക്കണക്കിന് ഭക്തരാണ് കൃഷ്ണനെ കണി കണ്ട് വിഷുപ്പുലരി ധന്യമാക്കാൻ ഗുരുവായൂരിൽ എത്തിയത്. പുലർച്ചെ 2:55 മുതൽ 3:55 വരെയായിരുന്നു കണി ദർശനം. പുലർച്ചെ മുതൽ തന്നെ നടപ്പന്തലിൽ ഭക്തരുടെ നീണ്ട നിര ദൃശ്യമാണ്. ഗുരുവായൂരപ്പനെ കണി കണ്ട് മേൽശാന്തിയിൽ നിന്നും കൈനീട്ടം വാങ്ങി ദർശന സായുജ്യം നേടിയാണ് ഭക്തർ മടങ്ങിയത്. തുടർന്ന് ക്ഷേത്രത്തിൽ നിർമ്മാല്യം, അഭിഷേകം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. വൻ തിരക്ക് കണക്കിലെടുത്ത് ദേവസ്വം സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ ക്ഷേത്രം സുരക്ഷാ ജീവനക്കാരും പോലീസും രംഗത്തുണ്ടായിരുന്നു. ഈ വർഷത്തെ വിഷു വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഉത്സവമാണ്. വിഷുവിന് ദേവസ്വം ഭരണസമിതി ആഗ്രഹിച്ചത് വന്നവർക്കെല്ലാവർക്കും, എല്ലാ ഭക്തന്മാർക്കും വിഷുക്കണി കാണാനുള്ള അവസരമുണ്ടാക്കി. അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ട്. വളരെ ദിവസങ്ങളായി ഈ വിഷു മനോഹരമാക്കി തീർക്കുന്നതിനും ഭക്തരുടെ മനസ്സിന് ശാന്തത കിട്ടുന്നതിനുമായ എല്ലാ പരിപാടികളും ഞങ്ങൾ ആസൂത്രണം ചെയ്ത് വരികയായിരുന്നു. ഞങ്ങൾ ഏറ്റവും ശ്രദ്ധിച്ചത് ക്രമസമാധാന നിലയാണ്. 10,000-കണക്കിന് ഭക്തർ വരുമ്പോൾ അവരെ ചൂഷണം ചെയ്യാൻ കഴിയാവുന്ന ഒരു സാഹചര്യവും ഗുരുവായൂരിലുണ്ടാക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നിർബന്ധം. അതിന് പോലീസ് വകുപ്പ്, ഗുരുവായൂരിലെ ജീവനക്കാർ എല്ലാവരും ഒന്നിച്ച് കൂട്ടായി പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ സംസാരിക്കുന്നവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഭഗവാൻ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭഗവാനാണ്. ആര് വിളിച്ചാലും എവിടെ വിളിച്ചാലും ഓടിയെത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു കൊച്ചുകുട്ടി ദൂരെ നിന്ന് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിച്ചേരും. ഇന്ന് ഭക്തജനങ്ങൾക്കുള്ള ഭക്ഷണ വിതരണം, അതുപോലെ ഭക്തർക്ക് തൊഴുകാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ പാവപ്പെട്ട സാധാരണ ഭക്തർക്ക് അല്ലെങ്കിൽ കൈകാലികൾ ശേഷിയില്ലാത്തവരെ, ബുദ്ധിമുട്ടുള്ളവരെ, അവരെല്ലാവരെയും കൊണ്ട് തൊഴുകിച്ച് കണി കാണാനുള്ള ഏർപ്പാട് ചെയ്തിട്ടേ ഞങ്ങളിരിക്കും. ഞങ്ങളുടെ പ്രതീക്ഷ വലിയ ഒരു ജനസമൂഹമായിരുന്നു. ആ ജനസമൂഹം വലുതായി 3 ദിവസമായി ഗുരുവായൂർ ഇന്ന് കണി കാണാൻ ആളുകൾ വന്നിരിക്കുന്നു. അവരെല്ലാം തൃപ്തിയായി കണി കണ്ട് പോകാനുള്ള സംവിധാനമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങൾ ഒരു കഴിവും ഞങ്ങളുടെ ആരുടെയും കഴിവല്ല. ഭഗവാനെ കൃഷ്ണ ഒന്നുമുണ്ടാകാതെ നന്നാക്കി വരുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. കൃഷ്ണൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ക്ഷമിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. ഈ നേരം വരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എല്ലാവരുടെയും, നാട്ടുകാരുടെ മുഴുവൻ പിന്തുണയും സഹായവും ഞങ്ങൾക്കിന്ന് ഈ വിഷുക്കണിക്ക് ലഭിച്ചിട്ടുണ്ട്. കൃഷ്ണനോട് മാത്രമേ ഞാൻ കടപ്പാടുള്ളൂ. കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ നടയിൽ നിന്ന് ഞാൻ വിഷു ആശംസിക്കുന്നു. എല്ലാ ഐശ്വര്യവും, എല്ലാ സമൃദ്ധിയും, എല്ലാ അഭിവൃദ്ധിയും കുടുംബങ്ങളിൽ വന്നു ചേരട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്.